ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും അമ്മയോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പം നീ അതിനെ കൂടെ ഓർമ്മിപ്പിക്കേണ്ട, നീ നിൻ്റെ ആരോഗ്യം നന്നായി നോക്കിയാൽ മതിയെന്ന് ദേവയാനി മകനോട് പറയും. അപ്പം നയനയും പറഞ്ഞു അതെ അത് ശരിയാ, അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കി തരാനൊന്നും ആരും ഇല്ലല്ലോ എന്നൊക്കെ നയന ഇങ്ങനെ പറയുക കേട്ടോ. വീട്ടിലെ ഭക്ഷണം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ ആദർശേട്ടൻ. അപ്പോൾ അവിടെയും മലയാളികളൊക്കെ ഉണ്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാനെന്ന് ആദർശ് നേരത്തെ പറയണം. പക്ഷേ ഇവിടുത്തെ പോലെ വിഷം കലർന്ന ഫുഡൊന്നും അല്ല കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ അത് ശരിയാ. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ഇങ്ങനെ യാത്ര പറഞ്ഞ് പോകും. അപ്പോൾ അവിടെ എത്തിയ ഉടനെ തന്നെ വിളിച്ചേക്കണേ ആദർശേട്ടാന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് കയറി ഉടനെ തന്നെ ഞാൻ വിളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ആദർശ് നയനെ ചേർത്ത് പിടിച്ചു ഇങ്ങനെ പോവാം. അങ്ങനെ ആദർശ് പോകുമ്പോൾ ദേവയാനിയും നയനയും ഇങ്ങനെ നിൽക്കുന്നു. നയനയ്ക്ക് ഭയങ്കര സങ്കടം. ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ണുകൾ മുകളിൽ നിന്ന് ഇങ്ങനെ അട്ടഹസിക്കുന്നുണ്ട്. ആരാ? നമ്മുടെ അബി. അങ്ങനെ അബി ആദർശങ്ങ് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അടുത്ത നിമിഷം തന്നെ ഫോൺ എടുത്തു അയാളെ വിളിച്ചു. ഹലോ അബി, അവൻ പുറപ്പെട്ടോ എന്ന് അയാൾ ചോദിച്ചു. അവൻ പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. 10 മണിക്കാണ് അവൻ്റെ ഫ്ലൈറ്റ് എന്നും ഉച്ച കഴിഞ്ഞ് അവനിവിടെ എത്തുമെന്നും ഇയാൾ പറയുക. പിന്നെ അവൻ വരട്ടെ, വന്ന് അവൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. നാളെ അവൻ്റെ സ്ഥാപനത്തിലേക്ക് പോകും. പിന്നെ ഇവിടുത്തെ ബിസിനസ് ശരിയാക്കാൻ വന്നതല്ലേ അവനെ ശരിക്കും ശരിയാക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ ഇയാൾ അബിയോട് പറയുക കേട്ടോ. ഈ സന്തോഷമുള്ള വാർത്ത കേൾക്കാൻ വേണ്ടി നീ തയ്യാറായി ഇരുന്നോളാനും അയാൾ അബിയോട് പറയൂ. അതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അബി ഭയങ്കര പ്രതീക്ഷയിൽ അവിടെ നിൽക്കുവാണേ. ഈ സമയത്ത് ദയനയാണെങ്കിൽ അവിടെ ഭഗവാന്റെ മുന്നിൽ പോയി റൂമിൽ വന്ന് കിടന്ന് ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുവാണ്. ആദർശും അതുപോലെ അനിയും കൂടി എന്നിട്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദർശിനും ഭയങ്കര സങ്കടം. അപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ആദർശിനെ കണ്ടപ്പോൾ വേട്ടൻ പെട്ടെന്ന് ഇങ്ങ് വരില്ലേ എന്ന് ചോദിച്ചു. എല്ലാവരോടും പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അവിടുത്തെ കാര്യങ്ങൾ പരിഹരിച്ചാലേ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആദർശ് അനിയോട്. അപ്പോൾ നിനക്കറിയാമല്ലോ അവിടെ എല്ലാം താളം തെറ്റി കിടക്കുകയാണെന്നുള്ളത്. പിന്നെ പുതിയ ബ്രാഞ്ചിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാം ശരിയാക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിനുള്ളിൽ കാര്യങ്ങളെല്ലാം സോൾവ് ആകുമെന്നൊന്നും എനിക്ക് തോന്നണില്ല എന്നും പറയുക. അതുകൊണ്ടാണ് നിന്നെ ഞാൻ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് കേട്ടല്ലോ. പിന്നെ നിനക്ക് കമ്പനി നോക്കാൻ ബുദ്ധിമുട്ടോ മറ്റോ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നുമില്ല ഏട്ടാ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അനി പറഞ്ഞു. പിന്നെ നിൻ്റെ മുഖത്ത് മൊത്തത്തിലൊരു വിഷമം ഉണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് ആദർശ് അനിയോട് ചോദിക്കുക. നീ വളരെ ദീർഘദൃഷ്ടിയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ആ കാര്യത്തിൽ എന്നെ പോലും മറികടക്കുന്ന രീതിയിലാണ് നീ കുറച്ച് ദിവസം കൊണ്ട് കമ്പനിയിലെ പലതരത്തിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു കഴിഞ്ഞ മാസങ്ങളിൽ ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ ഗിഫ്റ്റ് കൂപ്പണുകൾ നീ കസ്റ്റമേഴ്സിന് കൊടുക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ആൾക്കാരെ നന്നായി ഇമ്പ്രസ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം അതേ നയനേടത്തോട് ചോദിച്ചിട്ടാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് അനി പറയുമ്പോൾ, എടാ നീ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണത വരുത്താൻ വേണ്ടി അവൾ എന്തൊക്കെയോ പറഞ്ഞു തന്നു, അത്രയേ ഉള്ളൂ കാര്യം. ആ ക്രെഡിറ്റ് നിൻ്റേത് തന്നെയാണെന്ന് പറയുക കേട്ടോ. പക്ഷേ അവൾക്കും അച്ഛനും ഇളയച്ചനും ഒക്കെ നിൻ്റെ കാര്യത്തിൽ വലിയ മതിപ്പാടാ എന്നൊക്കെ ആദർശ് ഇങ്ങനെ പറയണം. അപ്പോൾ പോണ വഴിക്ക് വേറെ ആരും അറിയാത്ത കാര്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ നമ്മുടെ ആദർശ് അനിയോട് പറയുവാണ്. അപ്പോൾ മുത്തശ്ശനും അങ്ങനെ തന്നെയാണ് കേട്ടോടാ എന്ന് പറയുമ്പോൾ, ഏട്ടാ എന്നെ പുകഴ്ത്തി അവസാനം എല്ലാം കൂടെ എൻ്റെ തലയെ കൊണ്ടെന്ന് വെച്ച് തന്നേക്കരുത് കേട്ടോ എന്ന് അനി പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഏട്ടനൊരു കുഞ്ഞൊക്കെ ജനിക്കാൻ പോവുക. ആ സമയത്ത് ഏട്ടത്തിയുടെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതുകൊണ്ട് കുറച്ച് ജോലി ഭാരമൊക്കെ ഞാൻ ഏറ്റെടുക്കും. എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ ഏട്ടാ. പിന്നെ നയനെ പോലെ നമ്മുടെ കമ്പനിയുമായിട്ട് സഹകരിക്കുന്ന ഒരു പെൺകുട്ടിയെ നീ കല്യാണം കഴിച്ചാൽ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ നമുക്ക് അവളെ ഏൽപ്പിക്കാമായിരുന്നു എന്നും ആദർശ് അനിയോട് പറയണു. എടാ നീ ഇപ്പോഴും നന്ദുവിനെ മനസ്സിലിട്ടുകൊണ്ട് തന്നെയാണോ നടക്കുന്നത് ചോദിക്കുമ്പം അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. ഇല്ലെന്നൊന്നും നീ പറയണ്ട. നിങ്ങൾ രണ്ടുപേരും കാണുന്നതിനുള്ള വ്യക്തമായ തെളിവുകൾ എനിക്കും നയനയ്ക്കും ലഭിച്ചതാണല്ലോ. പിന്നെ നീ ഇതിനെ കള്ളം പറയുന്നതെന്ന് ചോദിച്ചു. എടാ ഞങ്ങൾക്ക് രണ്ടാൾക്ക് നിങ്ങൾ ഒരുമിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നടക്കാത്ത കാര്യമായതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയാത്തതെന്ന് ആദർശ് പറയുക. നന്ദുവിന് പറ്റിയൊരു പയ്യനുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ അതാരാ എന്ന് ചോദിച്ചു അനി വേഗം ചാടിക്കേറി. അപ്പോൾ വേറെ ആരുമല്ല, നിൻ്റെ കൂട്ടുകാരൻ തന്നെ നവീൻ എന്ന് നമ്മുടെ ആദർശ് പറയുമ്പോഴത്തേക്കും പാവം അനിയുടെ കയ്യിൽ നിന്ന് അതും പോയി. അപ്പോൾ എന്താടാ നിൻ്റെ മുഖം വല്ലാണ്ടായത്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു.
നമ്മളെ എല്ലാവരെയും ആ കേസിൽ നിന്ന് രക്ഷിച്ചതിന് അവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക് എന്ന് പറയുമ്പോൾ, പക്ഷേ ഏട്ടാ, ബോൾഡായ പെൺകുട്ടികളെ നവീൻ കല്യാണം കഴിക്കുന്നത് അവൻ്റെ അമ്മയ്ക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല എന്ന് അനി പറയുമ്പം അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അതിന് പിന്നെ ഫോഴ്സ് ചെയ്യാതിരിക്കുന്നതെന്ന് പറഞ്ഞു. അവരാരെങ്കിലും നന്ദുവിനെ പറ്റി പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ വഴിക്ക് തന്നെ ചിന്തിച്ചേനെയെന്നും ആദർശ് അനിയോട് പറയുവാണ്. അല്ല, നിനക്കതിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അപ്പോൾ എനിക്കെന്ത് ബുദ്ധിമുട്ടാണെന്ന് അനി ചോദിക്കും കേട്ടോ. പിന്നെന്താടാ, നവീനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിന്റെ മുഖത്ത് സന്തോഷം പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോയത്? അയ്യോ അങ്ങനെയൊന്നുമില്ല ഏട്ടാ, അത് ഏട്ടന് വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞു അനി. പക്ഷെ അനിയുടെ ഉള്ളു കിടന്നിങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എടാ, വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ബന്ധമൊന്നും നമ്മൾ ചെയ്യാത്തതാണോ നല്ലത്? വെറുതെ എന്തിനാ അവരുടെ പ്രാക്ക് പിടിച്ച് പറ്റുന്നത്? അങ്ങനെ ആ ഒരു പ്രാക്ക് പിടിച്ച് പറ്റിയിട്ട് ജീവിച്ചാലത് വിജയിക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല എന്നും ആദർശ് ഇങ്ങനെ അനിയോട് പറയുവാണേ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇരിക്കുമ്പം എൻ്റെ പൊന്നു ഭഗവാനെ, ഇക്കണക്കിന് അവന് നന്ദുവിന് ഇഷ്ടമാണെന്നുള്ള കാര്യം ഏട്ടനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ കുളമാകുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുക. ഭയങ്കര ആലോചന ആശാൻ. അങ്ങനെ ആലോചിച്ച് വണ്ടി ഓടിക്കുന്നു. ആദർശ് അനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നു നമ്മുടെ നന്ദു അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നന്ദു വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അനി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അനി വന്നു കഴിഞ്ഞപ്പോഴേക്കും, ഇത് എന്താടാ ഇത്, എപ്പോൾ തൊട്ട് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിനക്കറിയാവോന്ന് ചോദിച്ചു. എന്താ നിൻ്റെ മുഖത്ത് പറ്റിയത്? നിൻ്റെ മുഖത്ത് വല്ലാത്തൊരു മൂഡ് ഓഫ്. അത് പിന്നെ ഏട്ടൻ പോയതിൻ്റെ ആണെന്ന് അനി നേരം പറഞ്ഞു. എനിക്ക് തോന്നി എന്ന് നന്ദു പറയുക കേട്ടപ്പോൾ. എടാ, നിന്നെയാണ് കമ്പനി മൊത്തത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഏട്ടൻ്റെ അഭാവത്തിലെ നീ നിന്റെ കഴിവ് തെളിയിക്കുക വേണ്ടത്. അറിയോ നിനക്കത്? നീ നോക്കിയ ബ്രാഞ്ചുകൾ 1-ാം സ്ഥാനത്ത് എത്തിയത് കൊണ്ടാണ് നിന്നെ ഇപ്പം നിന്റെ ഏട്ടനും മറ്റുള്ളവരും അമിതമായിട്ട് വിശ്വസിക്കുന്നതെന്ന് നിനക്കറിയില്ലേ? ആ ഒരു വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പോകണ്ടേ അനി? അപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു സുഖമില്ലാത്ത അവസ്ഥയാടി എന്ന് അനി പറയുമ്പം, അതെന്താണെന്നല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്, അതിന് നീ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, മനസ്സിനകത്ത് വല്ലാത്തൊരു ഭാരം പോലെയാണെന്ന് പറയുമ്പം, എന്തുണ്ടെങ്കിലും നീ അത് എന്നോട് ഷെയർ ചെയ്യുന്നതാണല്ലോ, പിന്നെന്താ നീ ഇപ്പം അത് പറയാത്തതെന്ന് ചോദിച്ചു. അത് പിന്നെ അങ്ങനെ പറയാനും മാത്രമൊന്നുമില്ല, വെറുതെ ഒരു ടെൻഷൻ. ചില ദിവസം എല്ലാവർക്കും അങ്ങനെയാടാ, ഒരു സുഖവും ഉണ്ടാവില്ല. എന്താ കാരണമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പറയാൻ കാരണമൊന്നും ഉണ്ടാവില്ല താനും. അപ്പോൾ എൻ്റെ അവസ്ഥയും ഇപ്പോൾ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണെന്ന് അനി അന്നേരം പറഞ്ഞു. നീ അഭിയുടെ ജോലി കൂടി എടുത്ത് കളഞ്ഞത് കൊണ്ട് എനിക്ക് നിൻ്റെ വീട്ടിലോട്ട് വരാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഞാനങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ കയ്യിൽ കിട്ടുന്നത് എന്തെങ്കിലും എടുത്ത് തലമണ്ടയ്ക്ക് അടിക്കും നവ്യേച്ചി. അപ്പോൾ അത് നീ പറഞ്ഞത് സത്യമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് നീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. എൻ്റെ വീട്ടിലിപ്പോൾ ഏറ്റവും വലിയ ശത്രു, അതായത് നിൻ്റെ ശത്രു നവ്യേട്ടത്തിയാണ്. അതൊരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അഭി ചെയ്ത കാര്യങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞ് മാത്രം മതിയെന്ന് എന്ത് പറയാം കേട്ടോ. പിന്നെ അത് സഹിക്കാൻ വയ്യാതെ ചേച്ചി ആത്മഹത്യയോ മറ്റോ ചെയ്യുമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെല്ലാവരും ഭയക്കുന്നത്. അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ടടി. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആ ഒരു നഷ്ടം ജീവിതകാലം മുഴുവനും നമ്മളെ എല്ലാവരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന് അനി നന്ദുവിനോട് പറയുവാണ്. പിന്നെയും നന്ദുവിൻ്റെ മുന്നിൽ നിന്ന് അനി ആലോചിച്ചുകൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടും ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ നയന സങ്കടത്തോടു കൂടി അങ്ങനെ ഇരിക്കുന്നു. ദേവയാനി അന്നേരം അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നിരിക്കാം. മോളെ വിളിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞൊന്നും പറഞ്ഞ് ദേവയാനി വരുമ്പം, എനിക്കിപ്പോൾ ഒന്നും വേണ്ട അമ്മയെന്ന് പറഞ്ഞു കേട്ടോ നയന. അങ്ങനെയൊന്നും പറയരുത് മോളെ, മോളുടെ ആരോഗ്യം നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആദർശ് പോയിരിക്കുന്നത് തന്നെ, അതറിയില്ലേന്ന് ചോദിച്ചു. പിന്നെ 2 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, മോൾ ഇങ്ങനെ ആയാലും എന്താ ചെയ്യുന്നത് മോളെ, അവനിങ്ങ് വരത്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് മാത്രമേ വരത്തുള്ളൂ എന്ന് നയന പറയുക. അപ്പം അതൊക്കെ ആവുമെന്നേ, ഈ 2 ആഴ്ച എന്നുള്ളതേ ചിലപ്പോൾ 10 ദിവസമായിട്ട് കുറഞ്ഞെന്നും വരുമെന്നൊക്കെ പറഞ്ഞ് നയനയെ ദേവയാനെ ആശ്വസിപ്പിക്കാം. അവന് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനൊരു പ്രത്യേക മിടുക്ക് തന്നെ ഉണ്ട്. മോൾ ഈ ഒരു അവസ്ഥയിലായിരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞേനെ മോളോടും കൂടി പോവാനായിട്ട്. അപ്പോൾ എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഞാനും കൂടെ വന്നേനേന്നൊക്കെ ദേവയാനി പറയുക കേട്ടോ. ഇതിപ്പോൾ മോൾക്ക് യാത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ ഒരു അവസ്ഥയായതുകൊണ്ടല്ലേ മോൾ വന്നേ, വാ, അല്ലെങ്കിൽ ചിലപ്പോൾ മുത്തശ്ശി ഇങ്ങോട്ട് വരും, വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി നിർബന്ധിച്ച് വിളിക്കുക. അന്നേരം അതിനെ പോകുന്നില്ല. മോളിങ്ങനെ ഇവിടെ ഇരിക്കരുത്, കാരണം അവർക്ക് എൻ്റെ കാര്യമായിരുന്ന ആദർശിനെ ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് എന്തൊരു കെയറിങ് ആയിരുന്നു എന്നറിയാം അമ്മയ്ക്ക് എൻ്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ ഇപ്പം അമ്മയ്ക്ക് മോളുടെ കാര്യത്തിൽ എന്നെ ഒരിടത്ത് ഒറ്റയ്ക്ക് ഇരിക്കാനോ ഒന്നിനും സമ്മതിക്കില്ലായിരുന്നു. എന്ന് വെച്ചാൽ മക്കളെയും കൊച്ചുമക്കളെയും കാണാൻ പോലും അച്ഛൻ ഈ വീട്ടിലങ്ങനെ നിന്നിട്ടില്ല. എന്നും ഒരേ തിരക്കായിരുന്നു. അങ്ങനെ വലിയൊരു തിരക്കിലേക്ക് പോയതുകൊണ്ടാണ് മൂർത്തീസ് ജ്വല്ലറി പടർന്ന് പന്തലിച്ചത്. പക്ഷെ ആ സമയത്തും എല്ലാ കുറവുകളും പരിഹരിച്ച് നമ്മുടെ കൂടെ നിന്നത് മുത്തശ്ശിയാണെന്ന കാര്യമൊക്കെ ദേവയാനി പറയുക കേട്ടോ. പിന്നെ അവൻ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് മുന്നേ വിളിച്ചില്ലായിരുന്നു എന്ന് ദേവയാനി ചോദിച്ചു. പിന്നെ
ഇനിയിപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ അവൻ വിളിക്കും, മോളിങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി നിർബന്ധിച്ച് നയനയെ വിളിച്ചുകൊണ്ട് പോവുക. സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരിക്കപ്പോൾ ദേവയാനി ചെന്ന് അവരുടെ അടുത്ത് നയനെ ഇരുത്തി. അപ്പോൾ എന്താ മോളെ ഇത്, അവൻ പെട്ടെന്ന് ഇങ്ങ് വരില്ലേ, അപ്പോൾ പിന്നെ ആഹാരമൊക്കെ കഴിക്കാതിരുന്നാൽ എങ്ങനെയാണെന്ന് മുത്തശ്ശൻ ചോദിച്ചു കേട്ടോ. മുൻപ് രണ്ടാളും കീരിയും പാമ്പുമായിരുന്നു, അവൻ ഈ വീട്ടിലോട്ട് വരുന്നതായിരുന്നു വിഷമം. ഇപ്പോൾ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യാണ്ടായില്ലേ എന്നൊക്കെ മുത്തശ്ശി അന്നേരം നയനയോട് ചോദിക്കും കേട്ടോ. അപ്പം നയന ഒന്ന് ചിരിച്ചു. പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്തുമാത്രം വിഷമിക്കേണ്ടതായിരുന്നു മോളെ എന്ന് മുത്തശ്ശി നയനയോട് ചോദിക്കാം. ഞങ്ങളുടെ കല്യാണശേഷം ഇദ്ദേഹം എല്ലാ സമയത്തും പുറത്തായിരുന്നു, കാണാൻ കിട്ടുന്നത് തന്നെ വളരെ ചുരുക്കമായിരുന്നു എന്ന് പറയുമ്പോൾ കാലം മാറിപ്പോയില്ലേ വസുന്ധരെ. പണ്ടത്തെ സ്ത്രീകളുടെ സഹനശക്തിയൊന്നും ഇന്നത്തെ സ്ത്രീകൾക്കില്ലല്ലോ, അവരങ്ങനെ സഹിക്കുകയില്ലല്ലോ. മോൾ അതിൽ നിന്നൊക്കെ പിന്നെ ഒരുപാട് മെച്ചമാണ്. എങ്കിലും ആദർശ് പോയി കഴിഞ്ഞപ്പോൾ അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം അവൻ്റെ അവസ്ഥയും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എൻ്റെ മോക്ക് ഒരു പരസ്യത്തിലൊരു അവസരം കിട്ടി, അവളാണല്ലോ ഇപ്പം ഞങ്ങളുടെ വരുമാന മാർഗം എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇവരുടെ അടുത്തേക്ക് വരുമോ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ജലജയെ തന്നെ നോക്കുക കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഒരുക്കി കൊടുക്കണം അവൾക്കെന്ന് പറയുമ്പോൾ, നീ എന്താണ് അവളുടെ വരുമാനം കൊണ്ടാണോ ജീവിക്കുന്നതെന്ന് മുത്തശ്ശൻ എന്തായാലും ചോദിച്ചു. മാസം വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടത് അവരവരുടെ കൈകളിൽ എത്തുന്നുണ്ടല്ലോ, പിന്നെന്താ നീ ഇങ്ങനെ പറയുന്നത് എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ജലജയോട് ചോദിക്കണം. അപ്പോൾ ഇവിടെയുള്ളവരെ കൊച്ചാക്കാനാണെന്ന് ദേവയാനി പറയുമ്പം, കൊച്ചാക്കാനും വലുതാക്കാനും ഒന്നും അല്ല ഞാൻ ഈ പറഞ്ഞത്, എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല. എപ്പോഴാണ് ഞാനും എൻ്റെ മോനും പുറത്തു പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗാണ്. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ മരുമോളാണ് ഞങ്ങളുടെ ഏക ആശ്രയം, അത് മറന്നു പോകരുതല്ലോ. അതുകൊണ്ട് അവൾ ആവശ്യപ്പെടുന്നത് എന്തും ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞായി പിന്നെ ജലജ നിന്നങ്ങ് പറച്ചിലങ്ങ് തുടങ്ങി. അങ്ങനെ ഇവർ നോക്കി നിൽക്കുമ്പോഴേ നമ്മുടെ മോള് ഒരുങ്ങി കെട്ടി ഇറങ്ങി വരും കേട്ടോ. കൂടെ അഭിയും ഉണ്ട്. ഭയങ്കര സ്റ്റൈലിഷായിട്ട് മോഡേണായിട്ട് നവ്യ ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇരുന്നോ മോളെ എന്നും പറഞ്ഞതേ നമ്മുടെ ജലജ തമ്പുരാട്ടി വിളമ്പി കൊടുക്കുക. അപ്പോഴേക്ക് ഇന്ന് ഇവൾക്ക് ഒരു ആടിൻ്റെ ഷൂട്ടുണ്ടെന്ന് അഭി പറയുമ്പം, ഓ അതിന് നീ അകമ്പടി പോവാണോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. അമ്മ പാലെടുത്തോ എന്ന് നവ്യ. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മോൾ ഇത് കഴിക്കേ, അപ്പോഴത്തേക്ക് എടുക്കാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഭയങ്കര സ്നേഹം. നവ്യ അവിടെ ഇരിക്കുന്ന മുത്തശ്ശനെയോ മുത്തശ്ശിയെയോ നയനെയോ അല്ലെങ്കിൽ നമ്മുടെ ദേവയാനിയെ ഒന്നും മൈൻഡ് പോയിലും ചെയ്യുന്നില്ല. അപ്പോൾ അഭി അവിടെ ഇരുന്ന് പറയണം, ഇപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ന്യൂ ഇയറിന് പല പുതിയ സ്ഥാപനങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഡിമാൻഡ് കുറച്ച് കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ അഭി ഇങ്ങനെ പറയും കേട്ടോ. ഇവരാരും ഒന്നും മിണ്ടുന്നില്ലേ. നവ്യ നേരെ പോലും നോക്കാതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളൊന്നും കളയരുത് മോളെ എന്ന് ജലജ നവ്യയോട് പറഞ്ഞു. മുടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് തലകൊണ്ട് ഇങ്ങനെ ആട്ടി ഇരിക്കുക ഈ നവ്യ. അപ്പം നല്ല പൈസയാണ് ഈ പരസ്യക്കാരൊക്കെ ഓഫർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ പറയണ്ടേ. ഇതൊന്നും ഇവരാരും ഒന്നിനും പ്രതികരിക്കുന്നുമില്ല. അല്ല മോളെന്താ കഴിക്കാതിരിക്കുന്നത്, ഇതാ കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് നയനയ്ക്ക് എടുത്ത് കൊടുക്കുക മുത്തശ്ശൻ. അപ്പോൾ മോള് കഴിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അന്നേരം അതിന് പകരത്തിനെടുത്ത് നവ്യയ്ക്ക് കൊടുക്കുന്നു. ഇനി ഭാര്യയോടൊപ്പം എസ്കോട്ട് പോകുന്നതാണോ നിൻ്റെ പണിയെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം, അല്ലാണ്ട് അവന് വേറെ പണിയൊന്നും ഇല്ലല്ലോ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ജലജ. ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, എന്തായാലും കമ്പനിയെ നാണം കെടുത്തി ഒരുത്തനെ ഇനി കമ്പനിയിലേക്ക് തിരിച്ചു കയറ്റുന്ന പ്രശ്നമില്ല എന്ന് മുത്തശ്ശൻ വീണ്ടും അവിടെ ഇരുന്ന് നല്ല ഒച്ചത്തിൽ തന്നെ അങ്ങ് പറഞ്ഞു. അതും അമ്മയ്ക്കും മോനും ഭയങ്കര അടിയായി, അതുപോലെ തന്നെ നവ്യയ്ക്കും അടിയായി. നല്ല ചൊട്ട മറുപടി അല്ലെങ്കിൽ നല്ല പൊള്ളുന്ന അടി തന്നെയാണ് നമ്മുടെ മുത്തശ്ശൻ കൊടുത്തത്. അപ്പോൾ നവ്യ വേണമെന്നില്ല മുത്തശ്ശ, ഞങ്ങൾക്കറിയാം ജീവിക്കാൻ എന്നും പറഞ്ഞിട്ട് നവ്യ മുത്തശ്ശൻ്റെ നേരെ അന്നേരം വലിയ ഡയലോഗുമായിട്ട് ചെന്നു. അയ്യോ ജലജയുടെ സന്തോഷം കണ്ടായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ടെങ്കിൽ ആക്കിക്കോ, അതിനും ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലയെന്നും എന്നാലും ഞങ്ങൾ ജീവിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ ഇവരോട് പറയും കേട്ടോ. അന്നേരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഒരേ സമയം കൊച്ചുമക്കളോട് രണ്ട് രീതിയിൽ പെരുമാറുന്ന കാരണവരുള്ള ഒരു വീട്ടിൽ താമസിക്കണമെന്നേ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല എന്നും നവ്യ പറയുവാണ്. ഇതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശന് ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശനിങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കും കേട്ടോ. അബിക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട്. ജലജ നിന്ന് ചിരിക്കുന്നുമുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി ഈ വീട്ടിലുള്ളവർ പല അഡ്ജസ്റ്റ്മെൻറ്റുകളും നടത്തുന്നുണ്ട് എന്ന് നയന പറയുമ്പോൾ, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട എന്ന് നവ്യ. ഇനി എനിക്ക് എൻ്റെ വഴിയാണ്, മനസ്സിലായോ? ആ വഴിയിൽ ഇനി ആരെന്ത് തടസ്സമായി വന്നാലും ഞാനത് കേൾക്കാൻ പോകുന്നില്ല എന്ന് നവ്യ നയനയോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും. ഉയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ജലജയ്ക്ക് ഭയങ്കര ഇത്. കാരണം നവ്യയുടെ തൻ്റെടോ അഹങ്കാരവും ധിക്കാരവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ
നവീൻ അവിടെ നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ അനി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അനിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുക നവീനെ കണ്ടതും ഇവൻ ഭയങ്കര പ്രതീക്ഷയിലൂടെയാണല്ലോ നിൽക്കുന്നത്. വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ എൻ്റെ ദൈവമേ ഇതെന്നും പറഞ്ഞുകൊണ്ടാണ് അനി നവീൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ഒരു ചിരിയൊക്കെ ഉണ്ടാക്കി ചിരിച്ചുകൊണ്ട് നമ്മുടെ അനി ചെല്ലുക. അളിയാ എന്താ അളിയാ എന്ന് ചോദിച്ചു. അത് പിന്നെ എടാ നിന്റെ മട്ടും ഭാവം കണ്ടിട്ട് എന്തോ പന്തികേടുണ്ടല്ലോടാ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. നീ എൻ്റെ ഇഷ്ടം അവളോട് പറഞ്ഞോടാ എന്ന് ചോദിക്കുമ്പം എടാ അത് വെട്ടി തുറന്നൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ലടാ, അവളുടെ പ്രകൃതം എന്താണെന്ന് നിനക്ക് അറിയില്ലേ എന്നൊക്കെ അനി ഇങ്ങനെ ഇവനോട് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് നിന്റെ മനസ്സിൽ അവളാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഞാൻ അങ്ങും ഇങ്ങും തൊടാതെയാണ് സംസാരിച്ചത്. എന്നിട്ട് അവൾ എന്താടാ പറഞ്ഞത് എന്ന് അനിയോട് ചോദിക്കാം. അത് പിന്നെ അവൾക്കത് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ലടാ എന്ന് അനി പറയൂ കേട്ടോ. അതുകൊണ്ട് ആ സംസാരം ഇടയ്ക്ക് വെച്ച് അവൾ നിർത്തിക്കളഞ്ഞെന്ന് പറഞ്ഞു. എടാ ഇനി അവൾക്കത് മനസ്സിലായി കാണത്തില്ലടാ, മനസ്സിലാകുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്തോ പിന്നെ അവളൊരു പോലീസ് ഓഫീസർ ആണല്ലോ, അപ്പോൾ പിന്നെ മനസ്സിലാവേണ്ടതാണ്. പക്ഷേ അവളത്ര താല്പര്യത്തോടെയല്ല അതിനെ പ്രതികരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. സാരമില്ലടാ, ഇത്തിരി സാവകാശം എടുത്താലും അത് ചോദിക്കണമെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കാടാ, നീ അവളെ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് അനി ഇങ്ങനെ ചോദിക്കുമ്പം ഒരുമാതിരിപ്പെട്ട ആണുങ്ങൾ ആരും അതുപോലെ തൻ്റെ ഉള്ളൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷേ എനിക്കെന്തോ അവളോട് ഭയങ്കര ഒരു സ്നേഹം. പഠിക്കുന്ന കാലം തൊട്ടേ അവളുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടത്തിൽ നിന്ന് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്നൊരു തോന്നൽ എനിക്കുണ്ടായത് ഈ ഒരു അടുത്ത സമയത്താണ്. പ്രത്യേകിച്ച് നിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അവളോട് അടുത്ത് ഇടപഴകിയപ്പോൾ എൻ്റെ ഇഷ്ടം ഇരട്ടിക്കുക ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നവീൻ നന്ദുവിനെ ഇഷ്ടപ്പെടാനുണ്ടായ കാര്യങ്ങളെല്ലാം പറയുക. പക്ഷെ നീ ഇങ്ങനെ പറയുമ്പോഴും നിൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു പോലീസുകാരിയൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ലല്ലോടാ എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചോളാടാ, നീ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് നവീൻ പറയും അനിയോട്. ആദ്യം അവളുടെ മനസ്സെന്താണെന്ന് എനിക്കൊന്ന് അറിയണം. നമ്മൾ അവൾക്ക് ആലോചിക്കാനുള്ള സമയം എന്നിട്ട് കൊടുക്കണം. സാവകാശം അവർ യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടാൻ ശ്രമിച്ചോളും. പിന്നെ ഈ നന്ദുവിനോട് എനിക്കൊന്നും അങ്ങോട്ട് തറപ്പിച്ച് പറയാൻ പറ്റുന്നില്ലടാ എന്ന് അനി പറയൂ കേട്ടോ. പിന്നെ അവള് കല്യാണമെന്നും പറഞ്ഞു വേണ്ടാന്ന് നിൽക്കുന്ന ആളല്ലേ, അവളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോടാ എന്ന് ചോദിക്കുമ്പം അല്ല അത് പിന്നെ അതേപ്പറ്റിയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ഒരു പെൺകുട്ടി അല്ല അവൾ, അങ്ങനെ ഒരാണുങ്ങൾക്കും കീഴടങ്ങി കൊടുക്കുന്ന ഒരു പെണ്ണല്ലല്ലോ അവള്. എന്നാലും നീ എനിക്ക് അവളെ നേടി തന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നവീൻ നമ്മുടെ അനിയോട് നിർബന്ധ ബുദ്ധി പിടിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.